KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. RSC സൗദി നാഷണൽ സാഹിത്യോത്സവ് ജുബൈലിൽ ബ്രോഷർ പ്രകാശനം ചെയ്തു. മലപ്പുറം മഅദിൻ അക്കാദമിക്ക് കീഴിൽ ഫ്രഞ്ച് സ്കൂൾ ആരംഭിക്കുന്നു. ഇതോടെ 5 വിദേശ ഭാഷകളുമായി മഅദിൻ അക്കാദമി. മഹാരാഷ്ട്ര സർക്കാരിന്റെ ബീഫ് നിരോധനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മക്ക ദുരന്തം മരിച്ചവരിൽ 9 ഇന്ത്യക്കാർ കൂടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. മരണം 111ആയി. രാജസ്ഥാനിൽ ബലിപെരുന്നാളിന് അവധിയില്ല. RSS നേതാവിന്റെ ജന്മദിനാഘോഷം നടത്തും. അറഫ സംഗമം ഈ മാസം 23-ന്. ഗൾഫിൽ ബലിപെരുന്നാൾ 24-ന്. ഈജിയൻ കടലിൽ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 14 കുട്ടികളടക്കം 38 പേർ മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കും. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര സർക്കാരിന്റെ 4 ദിവസത്തെ ബീഫ് നിരോധനം ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജൈനമതക്കാരുടെ ഉത്സവത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ പ്രഖ്യാപിച്ച ബീഫ് നിരോധനമാണ് ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സർക്കാർ തീരുമാനത്തെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ബീഫ് നിരോധിച്ച തീരുമാനം ഏറെ വിവാദമായിരുന്നു. ബോംബെ കോർപ്പറേഷൻ പരിധിയിൽ 4 ദിവസമായിരുന്നു ഇറച്ചി നിരോധിച്ചത്. എന്നാൽ നിരോധനത്തിനെതിരെ ശിവസേന തന്നെ രംഗത്തെത്തിയത് BJPക്ക് തിരിച്ചടിയായി. തുടർന്ന് 4 ദിവസം എന്നത് 2 ദിവസമായി കുറച്ചിരുന്നു. ഈ മാസം 17-ന് കൂടി നിരോധനം ഏർപ്പെടുത്തേണ്ടിയിരുന്നു. എന്നാൽ വ്യാപാരികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ജൈനമതക്കാരുടെ വ്രതമായ പര്യൂഷാനോടനുബന്ധിച്ച് സെപ്റ്റംബർ 10, 13, 17, 18 തീയതികളിലാണ് മുംബൈ നഗരത്തിൽ അറവിനും ഇറച്ചി വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. വ്രതനാളിലെ ആദ്യ ദിവസത്തിലും അവസാന ദിവസത്തിലും മാംസം നിരോധിക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിൽ നഗരസഭ 2 ദിവസം അധികം കൂട്ടിച്ചേർക്കുകയായിരുന്നു. BJP സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബീഫ് നിരോധനത്തിനു പിന്നാലെ വിവാദ ഉത്തരവുമായി രാജസ്ഥാൻ സർക്കാർ. ഈ മാസം 25-ന് RSS മുൻ നേതാവ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനാഘോഷം നടത്താനാണ് ഉത്തരവ്. സ്കൂളുകളും കോളേജുകളും രക്തദാനം സംഘടിപ്പിക്കാൻ തയ്യാറാകണമെന്നും സർക്കാർ ഉത്തരവിട്ടു. കോളേജുകൾ പ്രവർത്തിക്കണമെന്നും ഉത്തരവിലുണ്ട്. ബലിപെരുന്നാൾ ദിവസത്തിൽ അവധി കൊടുക്കാതെയുള്ള ഇത്തരമൊരു നീക്കത്തിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. തികച്ചും ഭരണഘടനാ വിരുദ്ധവും ഫാസിസ്റ്റ് ശൈലിയിലുമുള്ളതാണ് ഉത്തരവെന്ന് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ ഹാർമണി നേതാവ് പ്രൊഫസർ സലീം പറഞ്ഞു. കാവ്യവൽക്കരണത്തിന്റെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഉത്തരവ് വിവാദമായതോടെ മുസ്ലിം അധ്യാപകർക്ക് അന്ന് അവധിയെടുക്കാമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇത് കാവ്യവൽക്കരണമല്ലെന്നും ദീൻ ദയാൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഓർക്കണമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി കലിചരൺ സറഫ് പറഞ്ഞു. ഈജിയൻ കടലിൽ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 14 കുട്ടികളടക്കം 38 പേർ മരിച്ചു. 30 പേർ നീന്തി രക്ഷപ്പെട്ടു. 68 പേരെ ഗ്രീസ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. തുർക്കിയിൽ നിന്ന് ഗ്രീസിലേക്ക് പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മരത്തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ബോട്ട്. 130-ലധികം പേർ ബോട്ടിലുണ്ടായിരുന്നു. അതേസമയം ജർമ്മനി അഭയാർത്ഥികൾ രാജ്യത്ത് കടക്കുന്നത് പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകൾ ജർമ്മനി നിർത്തിവച്ചു. രാജ്യത്തിന് ഉൾക്കൊള്ളാവുന്നതിലേറെ പേരെ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞതായി ജർമ്മൻ അധികൃതർ വ്യക്തമാക്കി. രാജ്യം ഇതിനകം 4.5 ലക്ഷത്തിലധികം പേർക്ക് അഭയം നൽകിയതായും അധികൃതർ പറയുന്നു. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരിയിൽ ലോറി മറിഞ്ഞ് 16 പേർ മരിച്ചു. ഗുണ്ടൂരിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. 16 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൊഴിലാളികളെ കയറ്റിപ്പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന.
ഹിന്ദു രാഷ്ട്രമായി അറിയപ്പെട്ടിരുന്ന നേപ്പാളിന് വീണ്ടും ഹിന്ദു രാഷ്ട്രമെന്ന പേരിൽ അറിയപ്പെടാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ തീരുമാനത്തിന് തിരിച്ചടി. പുതിയ സർക്കാർ പാർലമെന്റിൽ പ്രശ്നം വോട്ടിംഗിനിട്ടപ്പോൾ 2 പേരും മതേതര രാഷ്ട്രമെന്നറിയപ്പെടാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചു. പുതിയ ഭരണഘടനയുടെ കരട് രൂപം അംഗീകരിക്കുന്ന വേളയിലാണ് പാർലമെന്റ് അംഗങ്ങൾ തീരുമാനത്തിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കും. മോദിയും ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗും ഇക്കാര്യം അറിയിച്ചു. മോദി ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കുന്ന കാര്യം ഇന്നലെ രാവിലെയായിരുന്നു സുക്കർബർഗ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രിയും ഇക്കാര്യം സ്ഥിരീകരിച്ച് ട്വീറ്റ് ചെയ്തു. സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾക്കെതിരെ സമൂഹത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നതെങ്ങനെ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ മോദിയുമായി താൻ സംസാരിക്കുമെന്ന് സുക്കർബർഗ് അറിയിച്ചു. മോദിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനും തിരഞ്ഞെടുക്കപ്പെടുന്നവ മോദിയോട് ചോദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുക്കർബർഗിന്റെ ക്ഷണത്തിന് നന്ദിയുണ്ടെന്നും ഈ മാസം 27-ന് ഇന്ത്യൻ സമയം രാത്രി 10-ന് ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കുമെന്നും മോദി ട്വീറ്റ് ചെയ്തു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ പോളോ ഓൾട്ടോയിലാണ് ഫേസ്ബുക്ക് ആസ്ഥാനം. സെപ്റ്റംബർ അവസാനവാരം അമേരിക്ക സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുമായും കൂടിക്കാഴ്ച നടത്തും. ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചെ, ആപ്പിൾ സിഇഒ ടിം കുക്ക് തുടങ്ങി നിരവധി പ്രമുഖരുമായും മോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. പ്രധാനമന്ത്രിയായ ശേഷം ഇത് 2ാം തവണയാണ് മോദി അമേരിക്ക സന്ദർശിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും അമേരിക്ക സന്ദർശിച്ചിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ഗൾഫിൽ ബലിപെരുന്നാൾ ഈ മാസം 24-ന് വ്യാഴാഴ്ച. ഇന്നലെ ദുൽഖഅദ 29-ന് മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിൽ ഇന്ന് 30 പൂർത്തിയാക്കി നാളെയായിരിക്കും ദുൽഹജ്ജ് 1 കണക്കാക്കുക. അറഫ സംഗമം ദുൽഹജ്ജ് 9 സെപ്റ്റംബർ 23 ബുധനാഴ്ചയായിരിക്കും. മക്ക ദുരന്തത്തിൽ മരിച്ചവരിൽ 9 ഇന്ത്യക്കാർ കൂടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. മരണം 111. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഹറമിലെ ക്രെയിൻ അപകടത്തിൽ മരിച്ചവരിൽ 9 ഇന്ത്യക്കാരെ കൂടി കണ്ടെത്തി. ഇതിൽ മലയാളികളില്ല. ആശുപത്രികളിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ തിരിച്ചറിഞ്ഞ 2 പേരടക്കം 11 ഇന്ത്യക്കാർ മരിച്ചതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. അതേസമയം ദുരന്തത്തിലെ മരണസംഖ്യ 111 ഉയർന്നു. സൗദി അധികൃതർ പ്രദർശിപ്പിച്ച 108 പേരുടെ ചിത്രങ്ങളിൽ നിന്നാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത്. 83 ഇന്ത്യൻ തീർത്ഥാടകരെ സംഭവത്തിൽ കാണാതായിട്ടുണ്ടെന്നും ഇതിൽ മഹാരാഷ്ട്രക്കാരായ 3 പേരുടെ അന്വേഷണം പൂർത്തിയായെന്നും മിഷൻ വൃത്തങ്ങൾ അറിയിച്ചു. 10 പേരെ അന്വേഷിച്ചു വരുന്നു. അതിനിടെ അപകടത്തിൽ മരിച്ച മലയാളി പാലക്കാട് കൽമണ്ഡപം മീനാനഗർ മുഹമ്മദ് ഇസ്മായിലിന്റെ ഭാര്യ മുഅ്മിനയുടെ മൃതദേഹം മിനയിലെ മുഐസിം മോർച്ചറിയിൽ കണ്ടെത്തി. ഇവരുടെ കബറടക്കത്തിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നു. പരിക്കേറ്റ 4 പേർ കൂടി മരിച്ചതോടെ അപകടത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 111 ഉയർന്നതായി മക്ക ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് അറിയിച്ചു. പരിക്കേറ്റ 100-ലേറെ പേർ മക്കയിലെ 7 ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഇന്ത്യക്കു പുറമെ ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹാജിമാരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണ വിവരം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമേ വ്യക്തമാകുകയുള്ളൂ. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മക്ക ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ ചുമതലപ്പെടുത്തിയ സമിതി നടപടികൾ പൂർത്തിയാക്കി ഞായറാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫ്, ഡെപ്യൂട്ടി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവർക്ക് ഗവർണർ റിപ്പോർട്ട് കൈമാറി. തുടർന്ന് ഭരണാധികാരി സൽമാൻ രാജാവിന് സമർപ്പിക്കും. അന്വേഷണം പൂർത്തിയാക്കി വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുമെന്ന് സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച രാത്രി അപകട സ്ഥലവും ആശുപത്രികളിലുള്ളവരെയും രാജാവ് സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. വിശുദ്ധ ഹറമിൽ ക്രെയിൻ തകർന്നുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കു വേണ്ടി ICF ദമ്മാം സെൻട്രൽ കമ്മിറ്റി അനുശോചനവും പ്രാർത്ഥനയും നടത്തി. പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹസനി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ സഖാഫി നെടിയനാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുസമദ് മാസ്റ്റർ, നിസാർ കാട്ടിൽ, നാസർ മസ്താൻമുക്ക്, റാഷിദ് കോഴിക്കോട് തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. UAE വിശേഷങ്ങൾ. യമനിലെ ഹൂത്തി തീവ്രവാദികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ രക്തസാക്ഷികളായ സൈനികരോടുള്ള ആദരസൂചകമായി ഫുജറ റാസൽ കൈമ റോഡിനെ രക്തസാക്ഷി റോഡ് എന്ന് നാമകരണം ചെയ്തു. അർദ്ധരാത്രിയിൽ എക്സ്ചേഞ്ച് കൊള്ളയടിച്ച 3-അംഗ സംഘത്തെ അജ്മാൻ പോലീസിലെ കുറ്റാന്വേഷണ വിഭാഗം പിടികൂടി. കൊള്ളയടിച്ച 8 ലക്ഷം ദിർഹം ഏഷ്യൻ വംശജരായ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു.
അത്യാഹിത നമ്പർ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്ന് ഷാർജ പോലീസ് വ്യക്തമാക്കി. പലരും 999 വിളിച്ച് നിസ്സാര ആവശ്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ 999 വിളിച്ചിട്ട് അവരുടെ തത്ത അടുത്ത വീട്ടിലേക്ക് പറന്നുപോയെന്നും അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ ധാരാളം പേരാണ് എമർജൻസി നമ്പർ ദുരുപയോഗം ചെയ്യുന്നതെന്നും അവർ വ്യക്തമാക്കി. അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. 6 മാസം തടവും 1.5 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയോ ലഭിക്കുന്ന കുറ്റമായിരിക്കും ഇത്. വടക്കൻ എമിറേറ്റുകളിൽ അഡ്നോക്ക് പാചകവാതക വില 50% വർദ്ധിപ്പിച്ചു. 12 കിലോയുടെ സിലിണ്ടറുകൾക്ക് 25 ദിർഹം ഉണ്ടായിരുന്നത് 40 ദിർഹമായി ഉയർത്തി. പുതുക്കിയ നിരക്ക് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നു. നിക്ഷേപകരുടെ അക്കൌണ്ടുകളിൽ നിന്ന് വൻതുക പിൻവലിച്ച് തട്ടിപ്പ് നടത്തിയ ബാങ്ക് ജീവനക്കാരി അറസ്റ്റ്. സ്വദേശി ജീവനക്കാരിയാണ് കൽബയിലെ ബാങ്കിൽ നിന്ന് 9 ലക്ഷം ദിർഹം പിൻവലിച്ചത്. കൽബ, ഫുജറ, ദിബ്ബ പ്രോസിക്യൂഷൻ വിഭാഗങ്ങൾ സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. മഞ്ചേരി കിടങ്ങഴി റഹ്മത്ത് നഗർ സ്വദേശി പരേതനായ MV മൊയ്തീൻ മുസ്ലിയാരുടെയും ആമിന ഹജ്ജുമ്മയുടെയും മകൻ കുഞ്ഞുമുഹമ്മദ് ഹസനി ജിദ്ദയിൽ അന്തരിച്ചു. 35 വയസ്സായിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 13 ദിവസമായി അബോധാവസ്ഥയിലായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:45 മരണം സംഭവിച്ചത്. 4 വർഷം മുമ്പാണ് ഹസനി സൌദിയിലെത്തിയത്. ജിദ്ദയിൽ ഷാര ഫലസ്തീൻ ജവാൽ സൂഖിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ബുഷ്റയാണ് ഭാര്യ. ജുമാന, മുഹമ്മദ് ഫായിസ്, ജുനൈദ് എന്നിവർ മക്കളാണ്. മയ്യത്ത് ജിദ്ദയിൽ ഖബറടക്കുന്നതിന് വേണ്ട കാര്യങ്ങൾക്കായി അബ്ദുറബ്ബ് ചെമ്മാടിന്റെ നേതൃത്വത്തിൽ ജിദ്ദ ICF പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. പ്രവാസി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സർഗസിദ്ധിയെ ധർമ്മവഴിയിൽ പരിപോഷിപ്പിക്കുന്നതിനും അപഹരിക്കപ്പെടുന്ന കലാമൂല്യങ്ങളെ തിരിച്ചുപിടിക്കുന്നതിനും വേണ്ടി റിസാല സ്റ്റഡി സർക്കിൾ RC നടത്തിവരുന്ന സാഹിത്യോത്സവങ്ങൾക്ക് അരങ്ങുണർന്നു. ഇസ്ലാമിക സർഗാസ്വാദനത്തിന്റെ തനത് വിരുന്നൊരുക്കി മലയാളത്തിന്റെ ധാർമ്മിക യുവത്വം സർഗവൈഭവത്തിന്റെ മാറ്റുനോക്കുന്ന വസന്തമാണ് സാഹിത്യോത്സവങ്ങൾ. 1993 SSF കേരളത്തിൽ തുടക്കം കുറിച്ച സാഹിത്യോത്സവിന്റെ ഗൾഫിലെ 7ാം പതിപ്പാണ് ഈ വർഷം അരങ്ങേറുന്നത്. പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി 49 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. സെപ്റ്റംബർ 18 മുതൽ യൂണിറ്റ് തല മത്സരങ്ങൾക്ക് തുടക്കമാവും. ശേഷം സെക്ടർ, സോൺ മത്സരങ്ങൾ പൂർത്തിയാക്കി സൌദി ദേശീയ മത്സരം നവംബർ 13-14 തീയതികളിൽ കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ നടക്കും. സംഘടനയ്ക്കു കീഴിലെ കലാലയം സാംസ്കാരിക വേദിയാണ് സാഹിത്യോത്സവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഗൌരവമുള്ള കലാസ്വാദനത്തിനൊപ്പം രംഗാവസരം നഷ്ടപ്പെടുന്ന പ്രവാസി യുവതയ്ക്ക് വിവിധ ശേഷികൾ പ്രകടിപ്പിക്കാനും മാറ്റുരച്ച് കാലത്തോട് സംവദിക്കാനുമുള്ള വേദി നൽകുന്നതിന്റെ ഭാഗമായാണ് സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് നാഷണൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സാഹിത്യോത്സവിന്റെ ഭാഗമായി KG വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, കുടുംബിനികൾ എന്നിവർക്ക് യൂണിറ്റ് തലങ്ങളിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സാഹിത്യം, ഭാഷ, സംസ്കാരം എന്നിവയുടെ വിവിധ വശങ്ങൾ ചർച്ചയ്ക്കെടുത്ത് സൌദിയിലെ 12 സോൺ കേന്ദ്രങ്ങളിൽ വിചാര സദസ്സുകൾ സംഘടിപ്പിക്കും. നാഷണൽ സാഹിത്യോത്സവിന്റെ ബ്രോഷർ പ്രമുഖ എഴുത്തുകാരനും സാഹിത്യ സാംസ്കാരിക വേദികളിലെ വേറിട്ട സാന്നിധ്യവുമായ ശ്രീ PJJ ആന്റണി യുവകവി ജയചന്ദ്രൻ പെരിങ്ങാനത്തിന് നൽകി പ്രകാശനം ചെയ്തു. സ്വാഗത സംഘം രൂപീകരണവും പ്രചരണോദ്ഘാടനവും തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കും. സാഹിത്യോത്സവിൽ സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ, പൊതുരംഗത്തുള്ള പ്രമുഖർ സംബന്ധിക്കും. അബ്ദുൽ ബാരി നദ്വി, മഹമ്മൂദ് സഖാഫി കുറ്റിക്കാട്ടൂർ, ലുക്കുമാൻ വിളത്തൂർ, ഇക്ബാൽ വെളിയങ്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ,
ധർമ്മപ്പടയുടെ ഘോഷം. കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനം. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലപ്പുറം മഅ്ദിൻ അക്കാദമിയുടെ കീഴിൽ ഫ്രഞ്ച് സ്കൂൾ ആരംഭിക്കുന്നു. ഫ്രഞ്ച് ഭാഷ, സംസ്കാരം എന്നീ വിഷയങ്ങൾ പ്രാഥമിക തലം മുതൽ ഉയർന്ന തലം വരെ പഠിക്കാനുള്ള സൌകര്യവും അക്കാദമിക് സംവിധാനവുമാണ് ഇവിടെയുണ്ടാവുക. പഠിതാക്കളുടെ സൌകര്യമനുസരിച്ച് റെഗുലർ ക്ലാസുകളും വാരാന്ത പഠന പരിശീലന കോഴ്സുകളുമാണ് ആരംഭിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകും. അഡ്മിഷൻ ഈ മാസം പൂർത്തിയാക്കി അടുത്ത മാസം 10-ന് ക്ലാസുകൾ ആരംഭിക്കും. ഇതോടെ അറബിക്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ജർമ്മൻ അടക്കം 5 വിദേശ ഭാഷകൾ പഠിക്കാനുള്ള സൌകര്യമാണ് മഅ്ദിൻ സെന്റർ ഫോർ ഫോറിൻ ലാംഗ്വേജസിനുള്ളത്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ 9744725935 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ക്ഷേമനിധിയിൽ നിന്ന് നിർധനരായ 120ഓളം മുഅല്ലിംകൾക്ക് സഹായധനം അനുവദിച്ചു. ചെയർമാൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അബു ഹനീഫ് അൽ ഫൈസി, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, VPM ഫൈസി വില്യാപ്പള്ളി, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, ബഷീർ സഖാഫി ചെറുപ്പ, CM യൂസുഫ് സഖാഫി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമസ്ത താമരശ്ശേരി താലൂക്ക് ദാഴി സംഗമം നാളെ ഉച്ചയ്ക്ക് 2:30-ന് കൊടുവള്ളി സ്വർണ്ണ ഭവനിൽ നടക്കും. ഉളുഹിയത്ത് നിരോധ പശ്ചാത്തലത്തിലും എന്ന വിഷയത്തിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് വിഷയാവതരണം നടത്തും. താലൂക്ക് പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ കൊടുവള്ളി, UK മുഹമ്മദ് അലി മുസ്ലിയാർ, V ബീരാൻകുട്ടി ഫൈസി, AKC മുഹമ്മദ് ഫൈസി, ഷുക്കൂർ സഖാഫി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. മർക്കസ് ശരീഅത്ത് കോളേജ് കർണാടക വിദ്യാർത്ഥികളുടെ സംഘടന KSO ജനറൽ ബോഡി യോഗം അഡ്വൈസർ VPM വില്യാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് പുതിയ സാരഥികളെ തിരഞ്ഞെടുത്തു. മുസ്തഫ ഹിമമി സാലത്തൂർ പ്രസിഡന്റും ജുനൈദ് മൊയ്നി കൽമ ജനറൽ സെക്രട്ടറിയും മുജീബ് ഉപ്പള്ളി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം നഷ്ടമായ വിഷയത്തിൽ SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി വിദ്യാർത്ഥി ജാഗരണം നടത്തി. അംഗീകാരം പുനഃസ്ഥാപിക്കാൻ സർവകലാശാല അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്ന് SSF ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദൂര വിഭാഗം. ഇത് അനിശ്ചിതത്വത്തിലാകുന്നത് 10,000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കും. മലപ്പുറത്ത് നടന്ന ജാഗരണം SSF ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹീദ്ദീൻ സഖാഫി ചീക്കോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി MKM സഫ്വാൻ, ക്യാമ്പസ് സമിതി ചെയർമാൻ KP മുഹമ്മദ് യൂസഫ്, സമിതി അംഗങ്ങളായ അബ്ദുറഹ്മാൻ മഞ്ചേരി, ഫക്രുദ്ദീൻ മലപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തികെ മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ വിവിധ വിദേശ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ സംഗമവും പ്രവാസി മീറ്റും നാളെ വൈകിട്ട് 3:30-ന് പുത്തികെ മുഹിമ്മാത്തിൽ നടക്കും. നാട്ടിലുള്ള മുഴുവൻ പ്രവാസികളും സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. താജുൽ ഉലമയുടെ സ്മരണാർത്ഥം മലപ്പുറം ജില്ലാ SYS കമ്മിറ്റി എടരിക്കോട് നിർമ്മിക്കുന്ന താജുൽ ഉലമ സ്ക്വയർ ബഹുമുഖ പ്രചരണ പദ്ധതികൾക്ക് അന്തിമരൂപമായി. വാദി സലാമിൽ ചേർന്ന സോൺ സംഘടനാകാര്യ ക്ഷേമകാര്യ സെക്രട്ടറിമാരുടെയും സർക്കിൾ സെക്രട്ടറിമാരുടെയും സ്പെഷ്യൽ സംഗമത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. യൂണിറ്റുകളിൽ ബഹുവർണ്ണ പോസ്റ്ററുകളും ബാനറുകളും പ്രദർശിപ്പിക്കും. അടുത്ത മാസം 8, 9, 11 തീയതികളിൽ സമസ്ത സാരഥികളുടെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് സോൺ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. അലവി സഖാഫി കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PM മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, T അലവി പുതുപ്പറമ്പ്, KP ജമാൽ കരുളായി തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മക്ക ദുരന്തം മരിച്ചവരിൽ 9 ഇന്ത്യക്കാർ കൂടി. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. മരണം 111ആയി. അറഫ സംഗമം ഈ മാസം 23-ന്. ഗൾഫിൽ ബലിപെരുന്നാൾ 24-ന്. മഹാരാഷ്ട്ര സർക്കാരിന്റെ ബീഫ് നിരോധനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈജിയൻ കടലിൽ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 14 കുട്ടികളടക്കം 38 പേർ മരിച്ചു. RSC സൌദി നാഷണൽ സാഹിത്യോത്സവ് ജുബൈലിൽ ബ്രോഷർ പ്രകാശനം ചെയ്തു. മലപ്പുറം മഅ്ദിൻ അക്കാദമിക്ക് കീഴിൽ ഫ്രഞ്ച് സ്കൂൾ ആരംഭിക്കുന്നു. ഇതോടെ 5 വിദേശ ഭാഷകളുമായി മഅ്ദിൻ അക്കാദമി. രാജസ്ഥാനിൽ ബലിപെരുന്നാളിന് അവധിയില്ല. RSS നേതാവിന്റെ ജന്മദിനാഘോഷം നടത്തും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.